1985 പോർച്ചുഗലിൽ ഒരു സ്ത്രീ വളരെ കഷ്ടപ്പെട്ട് ഹോസ്പിറ്റലിലേക്ക് കയറി വരുന്നു. അവൾ ഗർഭിണിയാണ്. ഹോസ്പിറ്റലിലെ ജീവനക്കാർ അവരെ സമീപിച്ചിട്ട് നിങ്ങൾ കുട്ടിയെ പരിശോധിക്കാൻ വന്നതാണോ എന്ന് ചോദിക്കുന്നു. അതിന് ആ സ്ത്രീ പറയുന്ന മറുപടി അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും ഞെട്ടിച്ചു കളയുന്നു. അവർ പറയുന്നു, ഞാൻ ഈ ഗർഭം അലസിപ്പിക്കാൻ വന്നതാണ്. എന്താണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ വിവാഹം കഴിഞ്ഞിട്ടില്ലേ? അതുകൊണ്ടാണോ ഈ ഗർഭം അലസിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന് ഡോക്ടർമാർ ചോദിക്കുന്നു. അതിന് ആ സ്ത്രീ കണ്ണുനീരോട് പറയുന്ന മറുപടി, ഇല്ല ഡോക്ടർ, എനിക്ക് ഇതിനോടകം 3 കുട്ടികളുണ്ട്. ആ 3 കുട്ടികൾക്ക് ദിവസം ഭക്ഷണം കൊടുക്കാൻ തന്നെ വളരെ കഷ്ടപ്പാടുണ്ട്. ഞാൻ എത്ര കഷ്ടപ്പെട്ട് പാചക ജോലി ചെയ്താലും ആ തുച്ഛമായ വരുമാനം കൊണ്ട് ഞങ്ങളുടെ ഭക്ഷണത്തിന് പോലും തികയാറില്ല. ഈ 3 കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാൻ തന്നെ ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. എൻ്റെ ഭർത്താവ് ഒരു നല്ല മനുഷ്യനാണെങ്കിലും അദ്ദേഹത്തിന് മദ്യപാനം ഒരു ദുശീലമായുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരമായാൽ അദ്ദേഹം കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ മുഴുവനും മദ്യത്തിന് വേണ്ടി ചിലവഴിക്കും. ഈ സാഹചര്യത്തിൽ ഇനി ഒരു കുട്ടി കൂടി ഉണ്ടാകുന്നത് ഞങ്ങൾക്കൊരു ശിക്ഷയായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഈ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അതിനെങ്ങനെ ഫുഡ് കൊടുക്കുമെന്ന് പോലും എനിക്കറിയില്ല. ഇപ്പോഴുള്ള കുട്ടികൾക്ക് തന്നെ ഫുഡ് കൊടുക്കാൻ വളരെ കഷ്ടപ്പാടാണ്. ഈ ദാരിദ്ര്യത്തിൽ ഒരു കുട്ടി കൂടി ലോകത്തിലേക്ക് വരുന്നത് വലിയൊരു ദുരന്തമായിരിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ ഗർഭം ഇല്ലാതാക്കണമെന്ന് ഡോക്ടർമാരോട് അവർ യാചിക്കുന്നു. ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന എല്ലാവരോടും ആ അമ്മയുടെ അവസ്ഥ കേട്ട് വളരെയധികം വിഷമിപ്പിച്ചു. അങ്ങനെയെങ്കിലും ആ കുട്ടിയെ സമാധാനിപ്പിക്കണം എന്നവർ ശ്രമിച്ചു. കുട്ടിയുടെ അച്ഛനും അവിടുത്തെ പള്ളിയിലെ അച്ഛനും ആ സ്ത്രീയോട് സംസാരിച്ച് കുട്ടി ജനിക്കുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും സഹായിച്ച് കുട്ടിയെ രക്ഷിക്കാം എന്ന് ശ്രമിക്കാം എന്ന് ഉറപ്പ് നൽകുന്നു. ദാരിദ്ര്യം നിറഞ്ഞ ആ വീട്ടിൽ ഭക്ഷണം പോലും കിട്ടാനില്ലാത്ത ഒരു സാഹചര്യത്തിൽ ജനിച്ച ആ കുഞ്ഞാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. 36 വർഷങ്ങൾക്ക് ശേഷം ഒരു പത്രസമ്മേളനത്തിൽ മേശപ്പുറത്ത് 2 കുപ്പികൾ എടുത്തു മാറ്റിയിട്ട് ഇനി വെള്ളം കുടിക്കുക എന്ന് ഇദ്ദേഹം പറഞ്ഞ ഒറ്റ കാരണം കൊണ്ട് വർഷങ്ങളായി വിജയകരമായി പ്രവർത്തിച്ച ആ ശീതളപാനീയ കമ്പനിക്ക് 29 കോടി രൂപയുടെ നഷ്ടമുണ്ടായി. ആ 2 നിമിഷത്തെ പ്രവൃത്തി ലോകം മുഴുവനും ശ്രദ്ധിച്ചു. സാധാരണയായി എല്ലാവരുടെയും ജീവിതത്തിൽ ജനിച്ച ശേഷമാണ് പ്രശ്നങ്ങൾ ഉണ്ടാകാറുള്ളത്. എന്നാൽ ജനിക്കുന്നതിന് മുമ്പേ ഇത്രയധികം വലിയ പ്രശ്നം നേരിട്ട ആ മനുഷ്യനാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ കളിക്കാരൻ. അയാളാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഫുട്ബോൾ കളിക്കാൻ വന്നതിന് ശേഷം ഉള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് മുൻപേയുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ വളർച്ചയെ പറ്റിയാണ്. 1985 പോർച്ചുഗലിൽ ഒരു ദാരിദ്ര്യ പ്രദേശത്താണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ഇതിനോടകം 3 കുട്ടികളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ കൂലിപ്പണി ചെയ്യുന്നവരുന്നു. ഏത് ജോലി കിട്ടിയാലും അദ്ദേഹം ചെറിയ പണികൾ ചെയ്യുമായിരുന്നു. തോട് വൃത്തിയാക്കുക എന്നിങ്ങനെ ജോലികൾ ചെയ്ത് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് അദ്ദേഹം കുടുംബത്തെ നോക്കി നടത്തി. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ അമ്മ ഒരു പാചകക്കാരിയായി ജോലി ചെയ്തു. അതിൽ നിന്നും കിട്ടുന്ന കുറഞ്ഞ പൈസയും ചില സമയം കിട്ടുന്ന ഭക്ഷണവും ഉപയോഗിച്ച് കുടുംബം നോക്കാൻ അവർ പുറപ്പെട്ടു. 4ാമത്തെ കുട്ടിയെ ഒഴിവാക്കാൻ തീരുമാനിച്ച ആ അമ്മ പല ആളുകളുടെ നിർബന്ധത്തിന് വഴങ്ങി ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ പ്രസവിച്ചു. എന്നാൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ജനിച്ച ശേഷവും വീട്ടിലെ ദാരിദ്ര്യവും മാറിയില്ല. അദ്ദേഹത്തിൻ്റെ അച്ഛൻ മദ്യപാനം നിർത്തിയുമില്ല. 3 കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാൻ തന്നെ ബുദ്ധിമുട്ടിയ വീട്ടിലേക്ക് ഒരു കുട്ടി കൂടി വന്നപ്പോൾ സ്ഥിതി കൂടുതൽ മോശമായി. ഇവരെല്ലാവരും ഒരു ചെറിയ മുറിയിലാണ് താമസിച്ചിരുന്നത്. അവിടെ ആർക്കും വ്യക്തിപരമായ സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ സാഹചര്യത്തിൽ വളർന്ന ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക് ചെറുപ്പത്തിൽ ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എവിടെ ഒരു ചെറിയ കുപ്പി കണ്ടാലും കുപ്പിയുടെ അടപ്പ് കണ്ടാൽ അതൊക്കെ കാലുകൊണ്ട് തട്ടി കളിക്കുന്നത് അവന് വളരെ ഇഷ്ടമായിരുന്നു. ഫുട്ബോളിനോടുള്ള അദ്ദേഹത്തിൻ്റെ ഇഷ്ടം അളക്കാൻ പറ്റാത്ത വലുതായിരുന്നു. താഴെ കിടക്കുന്ന ഒരു ചെറിയ അടപ്പ് കണ്ടാലും അയാൾ അതിൽ ഫുട്ബോൾ കളിച്ച് സന്തോഷം കണ്ടെത്തുമായിരുന്നു. റൊണാൾഡോയുടെ അച്ഛൻ ഒരു ലോക്കൽ ഫുട്ബോൾ ക്ലബ്ബിൽ ബോൾ എടുത്ത് കൊടുക്കുന്ന ജോലിക്ക് ചേർന്നു. ഇതിലൂടെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആദ്യമായി ഫുട്ബോൾ കളി നേരിൽ കാണാൻ ഒരു അവസരം കിട്ടി. കണ്ട് ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് പോലെ ആ കളി കണ്ടപ്പോൾ തന്നെ ക്രിസ്റ്റ്യാനോയുടെ മനസ്സിൽ ഒരു തീപ്പൊരി ഉണ്ടായി. ഒരു ദിവസം നമ്മളും ഈ ഗ്രൗണ്ടിൽ ഇതുപോലെ കളിക്കണമെന്ന ആഗ്രഹം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. ഇങ്ങനെയെങ്കിലും ഫുട്ബോൾ കളിക്കണം എന്നൊരു ലക്ഷ്യത്തോടെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ രൂപം കൊണ്ട് ശരിയായ ഷൂ പോലും ഇല്ലാത്ത ആ കാലത്ത് മറ്റു കുട്ടികളോടുകൂടെ റൊണാൾഡോ കളിച്ചുകൊണ്ടിരുന്നു. രാത്രി ഭക്ഷണം കഴിക്കാൻ വീട്ടിലേക്ക് പോയാൽ ഭക്ഷണം ഉണ്ടാകില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് അടുത്തുള്ള ഒരു ഹോട്ടലിൽ പോയി രാത്രി 11 മണി വരെ ഫുട്ബോൾ കളിച്ചിട്ട് പിന്നീട് ഹോട്ടലിൻ്റെ പുറകുവശത്തുള്ള വാതിൽ തട്ടി കൂട്ടുകാരുമായി നിൽക്കും. അവിടെ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ അവർക്ക് 2 ബർഗറുകൾ കൊടുക്കും. അത് കഴിച്ചിട്ട് അവർ വീണ്ടും ഫുട്ബോൾ കളിക്കാൻ പോകും. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തൻ്റെ കുട്ടിക്കാലത്തെ ഒരു ദരിദ്രം പുഞ്ചിരിയുടെ ഓർക്കുന്നു. കുറച്ച് വളർന്നതിന് ശേഷം ലോക്കൽ കുട്ടികളുടെ ടീമിൽ റൊണാൾഡോയ്ക്ക് കളിക്കാൻ ഒരു അവസരം കിട്ടുന്നു. അദ്ദേഹത്തിൻ്റെ മികച്ച കഴിവിനെ കണ്ട് എല്ലാവരും അത്ഭുതപ്പെടുന്നു. 9 വയസ്സിൽ ഇദ്ദേഹം കളിക്കുന്ന കളി എല്ലാവരെയും അതിശയിപ്പിക്കുന്നു. പക്ഷേ ഇദ്ദേഹം വളരെ മെലിഞ്ഞും ഒതുങ്ങിയും ഇരിക്കുന്നത് കൊണ്ട് പലരും ഇദ്ദേഹത്തെ കളിയാക്കിയിരുന്നു. ഇവനൊക്കെ ഒരാളാണോ? എന്തൊക്കെ കഴിവുണ്ട്, ശരീരം ശരിയല്ലല്ലോ എന്ന് അവർ പറയും. സാധാരണയായി 9 വയസ്സുള്ള ഒരു കുട്ടിയാണെങ്കിൽ ഇങ്ങനെയുള്ള കളിയാക്കുകൾ കേട്ടാൽ ഒതുങ്ങി ഒരു സൈഡിൽ പോയി കരയും. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ കരഞ്ഞില്ല. തന്നെ കളിയാക്കിയവരുടെ വാക്കുകളെ അദ്ദേഹം ഒരു പോസിറ്റീവ് എനർജിയാക്കി മാറ്റി. 9 വയസ്സ് മുതൽ ഉള്ള
ഇദ്ദേഹം ക്രിസ്ത്യാനോ റൊണാൾഡോ സ്കൂൾ ജിമ്മിൽ പോകാൻ തുടങ്ങി. അന്നു മുതൽ ഇന്ന് വരെ ജിമ്മിൽ പോകുന്നത് ഇദ്ദേഹത്തിന് പതിവായി കാര്യങ്ങളിൽ ഒന്നായി മാറ്റി. ശരീരത്തിലെ ഓരോ പേശിയും ബലപ്പെടുത്തണം എന്ന ഇദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യത്തോടെയായിരുന്നു. എങ്ങനെയെങ്കിലും വിജയിക്കണം എന്ന ഉറച്ച തീരുമാനത്തോടെ ചെറുപ്പം മുതലേ ഇദ്ദേഹം തന്റെ ശരീരത്തെ ഒരു മികച്ച ഫുട്ബോൾ കളിക്കാരന്റെ ശരീരമാക്കി മാറ്റാൻ കഠിനമായി പ്രയത്നിച്ചു. 10 വയസ്സിനുള്ളിൽ തന്നെ ഇദ്ദേഹം മികച്ച ശരീരമുള്ള ഒരാളായി മാറി. സ്കൂളിലുണ്ടായിരുന്നവർ ഇദ്ദേഹത്തെ അത്ഭുതത്തോടെ നോക്കി. ഒരു ദിവസം സ്കൂളിൽ ഒരു അധ്യാപകൻ മറ്റു കുട്ടികളുടെ മുൻപിൽ വെച്ച് ക്രിസ്ത്യാനോ റൊണാൾഡോയെ വഴക്ക് പറയുന്നു. എപ്പോഴും എന്തോ ഫുട്ബോൾ കളിച്ചു നടക്കുന്നത്, ആ നിനക്ക് ഭക്ഷണം തരുമോ എന്ന് മോശമായി സംസാരിക്കുന്നു. മറ്റു കുട്ടികൾ എന്താവും ചെയ്തിട്ടുണ്ടാവുക, കരഞ്ഞിട്ട് വീട്ടിൽ പോയി ടീച്ചറിനെ കുറിച്ച് പരാതി പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരിക്കലും മറ്റുള്ളവരെ പോലെ ആയിരുന്നില്ല. അദ്ദേഹം ഇരുന്ന കസാര എടുത്ത് ടീച്ചറിന്റെ നേരെ എറിയുന്നു. 10 വയസ്സിൽ ഇദ്ദേഹം ചെയ്ത പ്രവൃത്തി എല്ലാവരെയും ഞെട്ടിച്ചു കളയുന്നു. പ്രധാന അധ്യാപകന്റെ റൂമിൽ ഇദ്ദേഹത്തെ വിളിച്ചു വരുത്തി. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അവരെന്നെ അപമാനിച്ചു, ഞാൻ കളിക്കുന്ന ഫുട്ബോളിനെയും അവർ അപമാനിച്ചു എന്ന് മറുപടി നൽകി. പ്രധാന അധ്യാപകൻ ക്രിസ്ത്യാനോ റൊണാൾഡോയെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. വീട്ടിലെ അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് അപ്പോൾ ഒരു പ്രധാന തീരുമാനം എടുക്കേണ്ടി വന്നു. തൻ്റെ മോനെ ഫുട്ബോൾ കളിക്കാൻ വിടണോ, തന്നെ സ്കൂളിൽ വിടണോ എന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോയോട് ചോദിച്ചപ്പോൾ അവൻ കളിക്കാനാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്ന് പറയുന്നു. വീട്ടിൽ ദാരിദ്ര്യം മാത്രം നിറഞ്ഞിരുന്ന ആ സാഹചര്യത്തിൽ മകൻ പൈസ ഉണ്ടാക്കി വീട്ടിൽ കൊണ്ടുവന്നാൽ മാത്രമേ സ്ഥിതി ശരിയാകൂ എന്ന് അറിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ അമ്മ വിഷമിക്കാതെ മോനെ തൻ്റെ സ്വപ്നങ്ങളിലേക്ക് തേടി പോകൂ എന്ന് പറഞ്ഞ് ഫുട്ബോൾ കളിക്കാൻ പ്രോത്സാഹിപ്പിച്ചു. തന്നെ കയ്യിലുണ്ടായിരുന്ന കുറഞ്ഞ പൈസയും ഇട്ട് മകന് ഫുട്ബോൾ ഷൂ വാങ്ങി നൽകി. ആ ഷൂ ഇട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ ലോക്കൽ മത്സരത്തിൽ മികച്ച രീതിയിൽ കളിക്കാൻ തുടങ്ങുന്നു. അവസാനമായി ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു ലോക്കൽ ക്ലബ്ബിൽ കളിക്കാൻ അവസരം ലഭിക്കുന്നു. പക്ഷേ പരിശീലനത്തിന് അദ്ദേഹം പല സ്ഥലങ്ങളിൽ പോകേണ്ടി വരുന്നു. 12 വയസ്സിനുള്ള ഒരു കുട്ടി എവിടെയെല്ലാം ഒറ്റയ്ക്ക് പല സ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് പോവുക, അച്ഛനും അമ്മയും കൂടെ മിസ് ചെയ്യില്ലേ? ജനിച്ചതു മുതൽ അമ്മയുടെ അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ ആദ്യമായി തൻ്റെ കുടുംബത്തെ പിരിഞ്ഞു പോകേണ്ടി വരുന്നു. ആ ചെറിയ വീടും ഇടുങ്ങിയ സാഹചര്യവും ആ കുറഞ്ഞ കൂട്ടുകാർ, ഇങ്ങനെയെല്ലാം അവന് ഒരുപാട് നഷ്ടബോധം ഉണ്ടാകുന്നു. പുതിയ ക്ലബിൽ ചേർന്നപ്പോൾ അവന് വളരെ ദുഃഖിതനായിരുന്നത് കണ്ട് മാനേജർ അവനെ വീണ്ടും വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. വീട്ടിൽ ചെന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ അദ്ദേഹത്തിൻ്റെ അച്ഛനെ വീണ്ടും പ്രോത്സാഹിപ്പിക്കുന്നു. വിഷമിക്കേണ്ട മോനെ, ഞങ്ങൾ എപ്പോഴും നിനക്ക് വേണ്ടി കാത്തിരിക്കും, പക്ഷേ നീ ഞങ്ങൾക്ക് തരുന്ന മറുപടി നിന്റെ കളിയായിരിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം വീണ്ടും പരിശീലനത്തിന് പറഞ്ഞയക്കുന്നു. ഇത്രയും പ്രോത്സാഹനവുമായി ക്ലബിൽ പോയി കളിക്കാൻ തുടങ്ങിയ ക്രിസ്ത്യാനോ റൊണാൾഡോ ഗംഭീരമായി കളിക്കുന്നു. പക്ഷേ ഇദ്ദേഹത്തിന് ഹൃദയമിടിപ്പെന്ന് പ്രശ്നം ഇപ്പോൾ അറിയാൻ സാധിക്കുന്നു. മറ്റുള്ളവർക്കുണ്ടാകുന്ന ഹൃദയമിടിപ്പിനേക്കാൾ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് കൂടുതലാണ്. സാധാരണ സമയത്ത് പോലും അദ്ദേഹത്തിൻ്റെ ഹൃദയമിടിപ്പ് വേഗത്തിൽ ഇടിക്കും. കളിക്കുന്നതിന് മുമ്പേ ഇദ്ദേഹത്തിൻ്റെ ജീവിതം അപകടകരമായി മാറുമെന്ന് ഡോക്ടർമാർ പറയുന്നു. ഈ വാർത്ത ഇദ്ദേഹത്തിൻ്റെ അമ്മയോട് പറഞ്ഞപ്പോൾ അവർ വളരെയധികം വിഷമിപ്പിച്ചു. അവസാനമായി ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ശസ്ത്രക്രിയ ചെയ്യണമെന്ന് ഡോക്ടർമാർ പറയുന്നു. ആ ശസ്ത്രക്രിയയ്ക്ക് വേണ്ട എല്ലാ ചിലവുകളും അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നു. 12 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഹൃദയ ശസ്ത്രക്രിയ, ആ ശസ്ത്രക്രിയ കഴിഞ്ഞാൽ എങ്ങനെ ഫുട്ബോൾ കളിക്കുമോ ഇല്ലയോ എന്ന് ആർക്കും അറിയില്ല. പക്ഷെ ആ ഇഷ്ടമായിരുന്നു അവന്. ഒറ്റ കാരണം കൊണ്ട് അവൻ ഉറച്ച വിശ്വാസത്തോടെ മുന്നോട്ട് പോയി. അവൻ്റെ മാതാപിതാക്കളും അവൻ്റെ കൂടെ നിന്ന് ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കുന്നു. ശസ്ത്രക്രിയയ്ക്ക് കഴിഞ്ഞ് പുറത്തിറങ്ങി വന്നതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ വേറെ ലെവൽ കളിക്കാൻ തുടങ്ങി. ഇദ്ദേഹം ഒരു താരമായി മാറുന്നു. പോർച്ചുഗൽ ഇദ്ദേഹത്തിൻ്റെ ക്ലബ്ബിൽ ഇദ്ദേഹം കളിക്കുന്ന രീതി ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെട്ടു. ഇദ്ദേഹത്തിൻ്റെ കളി വീഡിയോ കോളിൽ മറ്റ് ക്ലബ്ബിൽ കളിക്കാൻ വിദേശ ക്ലബ്ബുകളിലും കാണുന്നു. ഈ പയ്യൻ ആരാണ്, ഇത് സാധാരണ കളിയല്ലല്ലോ എന്ന് എല്ലാവരും അത്ഭുതപ്പെട്ടു തുടങ്ങുന്നു. ഇങ്ങനെ പതിയെ പതിയെ ക്രിസ്ത്യാനോ റൊണാൾഡോ വളരാൻ തുടങ്ങുന്നു. പോർച്ചുഗലിലെ ഏറ്റവും വലിയ താരമായി ഇദ്ദേഹം ഉയരുന്നു. ഈ സമയത്ത് ഇദ്ദേഹത്തിന്റെ മറ്റു ക്ലബ്ബുകളിലും കളിക്കാൻ മാറുകയാണ്. ഇപ്പോൾ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയ സംഭവം ഉണ്ടാകുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അച്ഛൻ ഇദ്ദേഹം ജനിച്ച മുതലേ മദ്യപാനത്തിന് അടിമയായിരുന്നു. ആ ശീലം മൂലമാണ് മരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ഹീരോയെ നഷ്ടപ്പെട്ട ഒരു മകൻ. അമ്മയോട് വളരെയധികം സ്നേഹമുണ്ടായിരുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് അടുത്ത ദിവസം തന്നെ അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് ക്യാൻസർ ആണെന്ന് അറിയാൻ സാധിക്കുന്നു. അച്ഛനെ നഷ്ടപ്പെട്ട ദുഃഖവും അമ്മയുടെ രോഗം എന്നിങ്ങനെ ക്രിസ്ത്യാനോ റൊണാൾഡോ വലിയ മാനസിക സമ്മർദ്ദത്തിൽ അടിമപ്പെടുന്നു. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഏതൊരു മനുഷ്യനും തകർന്നു പോകും. എന്നാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ ദുരന്തങ്ങളെയെല്ലാം ഒരു പോസിറ്റീവ് എനർജിയാക്കി മാറ്റി. ഇന്ന് വളരെ ക്രിസ്ത്യാനോ റൊണാൾഡോ പറയുന്നത് എന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ ഒരു മികച്ച ഫുട്ബോൾ കളിക്കാരനായി ഞാൻ ഇരിക്കണമെന്ന സ്വപ്നമായിരുന്നു. ഇന്ന് അദ്ദേഹം എൻ്റെ കൂടെ ഇല്ലെങ്കിലും എവിടെ നിന്ന് ഇദ്ദേഹം നോക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലെ ഇദ്ദേഹത്തിൻ്റെ അമ്മ ക്യാൻസറിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോ ആ ഹോസ്പിറ്റലിൽ മില്യൺ കണക്കിന് ഡോളർ സംഭാവന നൽകി അവിടെ ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടി ഒരു പുതിയ വിഭാഗം തന്നെ തുടങ്ങാൻ സഹായിച്ചു. ക്രിസ്ത്യാനോ റൊണാൾഡോ പതിയെ ഫുട്ബോളിലെ ലോകത്തെ ഏറ്റവും വലിയ ശക്തനായി മാറുന്നു. എക്കാലത്തും ഒരു മികച്ച കളിക്കാരൻ എന്ന പദവിയിലേക്ക് ഇദ്ദേഹം എത്തുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഫുട്ബോൾ ജീവിതത്തിൽ പിന്നിൽ ഇത്രയും ദുഃഖകരമായ ഒരു കഥയുണ്ടെന്ന് നിങ്ങൾ ആരെങ്കിലും അറിയാമോ? ഇദ്ദേഹത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് മറ്റൊരു കാര്യം പറഞ്ഞു തരാം.
വലിയ ഫുട്ബോൾ കളിക്കാരനെല്ലാം ശരീരത്തിൽ പച്ച കുത്തിയിട്ടുണ്ടാകാം, എന്നാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരിക്കലും അത് കുത്തിയിട്ടില്ല. എന്തുകൊണ്ടെന്ന് അറിയാമോ? ക്രിസ്ത്യാനോ റൊണാൾഡോ വർഷത്തിലൊരിക്കൽ രക്തദാനം ചെയ്യും. ശരീരത്തിൽ പച്ച കുത്തിയാൽ 6 മാസത്തേക്ക് രക്തദാനം ചെയ്യാൻ കഴിയില്ല. കാരണം ശരീരത്തിൽ എന്തെങ്കിലും രോഗം വരാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടർമാർ കരുതുന്നു. അതുമാത്രമല്ല, ക്രിസ്ത്യാനോ റൊണാൾഡോ മദ്യം കഴിക്കാറില്ല. അദ്ദേഹത്തിന്റെ അച്ഛൻ മദ്യപാനം കാരണം നശിക്കുന്നത് അദ്ദേഹം കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഇത്രയും കഷ്ടപ്പാടുകൾ ഉണ്ടല്ലോ, നമ്മൾ വിചാരിക്കുന്നതെല്ലാം ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ ഗർഭം ഇല്ലാതാക്കണമെന്ന് നിങ്ങളുടെ അച്ഛനോ അമ്മയോ ചിന്തിച്ചിട്ടുണ്ടാവില്ലേ? ഇത്രയ്ക്കും ദാരിദ്ര്യത്തിൽ നിങ്ങളുടെ മാതാപിതാക്കൾ ഉണ്ടായിരുന്നില്ലേ? നിങ്ങളുടെ ഹൃദയമൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ കഴിയും എന്ന് നിങ്ങൾ വിശ്വസിക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ കാണാൻ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.